എൻ്റെ ഒരു ചെറിയ കുഞ്ഞു സഹായം കേട്ടോ. ഞാൻ വരാം ഇനി പോയിട്ട്. എനിക്ക് യാതൊന്നുമില്ല. ഉടുത്ത തുണിയുണ്ട്, ഞാനും ഉണ്ട്. കറിയും കാര്യമൊന്നുമില്ല. ഉപ്പിട്ടായിരിക്കും ഇച്ചിരി കഞ്ഞി കുടിക്കും. ഇവിടെ കിടക്കും. അവിടെയാണ് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്നത്. ഈ ഷെഡൊക്കെ ഉണ്ടാക്കിയത് തന്നെയാണോ? ഇതല്ലാതെ എല്ലാം തന്നെയാണ് ചെയ്തത്. ഒരുപാട് സങ്കടത്തോടെയാണ് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പം ഒരു കാട്ടുവഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് മണിമല ആറിൻ്റെ തീരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കുറേയേറെ വർഷക്കാലമായിട്ട് ഒരു കുഞ്ഞു ഷെഡിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു അച്ഛനുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ ബാക്കിലായിട്ട് കാണുന്ന ഒരു ഷെഡ് സ്വന്തമായിട്ട് നിർമ്മിച്ച് അതിൽ കിടക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. സ്വന്തമായിട്ട് ആധാർ കാർഡ് മാത്രമേ കയ്യിലുള്ളൂ, മൊബൈൽ നമ്പറില്ല, ബാങ്ക് അക്കൗണ്ടോ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു കുഞ്ഞ് ഷെഡിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാല് ബുദ്ധിമുട്ടാണ്. ആ ഒരു വടിയിലാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല. എനിക്ക് മക്കളൊന്നും പറയാൻ, ക്യാമറയുടെ മുന്നിൽ നിന്നൊന്നും സംസാരിക്കാൻ കഴിയില്ല. നമ്മുടെ ഇവിടെയുള്ള വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരാണ് ഈ ഒരു മണിമലയുടെ തീരത്ത് താമസിക്കുന്ന ഈ ഒരു അച്ഛനെ കുറിച്ചിട്ടുള്ള വിവരം എന്നെ അറിയിക്കുന്നതും. ഭക്ഷണമൊക്കെ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ആരെങ്കിലുമൊക്കെ കൊടുക്കും. അതുകൊണ്ടൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ കാല് വയ്യാത്ത ഒരു സാഹചര്യമാണ്. ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പേരുടെയൊക്കെ അന്വേഷിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇത് മണിമല മിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഇറക്കത്തിൽ ആറിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ഈ അച്ഛൻ താമസിക്കുന്നത്. എൻ്റെ പേര് കുട്ടപ്പൻ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പറയുകയാണ് കസേര ഒന്നും എൻ്റെ വീട്ടിലില്ല എന്നല്ലേ. എത്ര നാളായിട്ടാണ് ഈ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം ഈ ഒരു ഷെഡിൽ? ഞാനൊരു 32 വർഷമായി ഇവിടെ താമസിക്കുന്നു. 32 വർഷമായിട്ട് ഈ ഒരു മണിമല ആറിൻ്റെ തീരത്ത് കുഞ്ഞൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജീവിതമാണ്. ഈ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്? ഇത് ഇവിടെ അരിയും സാധനം കഞ്ഞികളൊക്കെ വെക്കും. ഒറ്റയ്ക്ക് നമുക്ക് വലിയ കറിയും കാര്യമൊന്നുമില്ല. ഇച്ചിരി ഉപ്പിട്ടായിരിക്കും ഇച്ചിരി കഞ്ഞി കുടിക്കും. ഈ കാലിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത് കാലൊടിഞ്ഞത് കിടക്കുക. ഇതിന് ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ടില്ല. ഇങ്ങനെ ഈ വണ്ണമൊന്നുമില്ല. കറണ്ടും ഇല്ല, നമുക്ക് കറണ്ടൊന്നുമില്ല, കറണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ വിളക്കുണ്ടല്ലേ, അത് പ്രകാശിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവാഹിതനാണോ? അല്ല. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും കെട്ടിയില്ല, എടുത്തുമില്ല. നമ്മൾ അതിനോടല്ല ഇത് ഇല്ലെന്ന് കണ്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീവിച്ചാൽ പോരെ. അതെ, അല്ലാണ്ട് മറ്റുള്ള ഇതിൽ ഉള്ള പോക്കിലല്ല. ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ മണിമലയാറിന്റെ തീരമാണ്, യാതൊരു പേടിയില്ല. എന്ത് ജോലിക്കൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നേ? അന്ന് തടിപ്പണിയാ പോയത്. ഇപ്പൊ ഒരു പണിക്കും അന്ന് 6 രൂപ കൂലിയേ ഉള്ളൂ. കോൽത്തടിക്ക് പോയാൽ 6 രൂപയെ കൂലി കിട്ടുള്ളൂ. വർഷങ്ങളായി. ഇപ്പം വന്ന് ഇപ്പം 4500 രൂപയൊക്കെ ഇപ്പം. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ചാക്കും ആ ഒരു ഇത് വിട്ടാണോ ഇവിടെയാണോ കിടക്കുകയൊക്കെ ചെയ്യുന്നത്? ഞാൻ കിടക്കുന്നത് ഇവിടെ തന്നെ, ഈ താഴെയാണ് കിടക്കുന്നത് അല്ലെ? അങ്ങനെയാണ് ജീവിതം. അപ്പൊ ഇന്ന് എന്താ ഭക്ഷണം ഉണ്ടാക്കിയേ? ഇനി ഇച്ചിരി കഞ്ഞി ഇരിപ്പുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? പറ്റും. കാലിന് ബുദ്ധിമുട്ടുണ്ട്, വടിയിലാണ് അല്ലേ? അതൊക്കെ അല്ലേ. ഇതെല്ലാം പോയതാ. ഇവിടെ വരെ വെള്ളം കയറി. ആണോ? എൻ്റെ സാധനങ്ങൾ ഈ ഉടുക്കുന്ന തുണി മാത്രമേ ഉള്ളൂ. എല്ലാം ആറേ പോയി. ഇത് ഇവിടെ അങ്ങ് കയറിയില്ലേ. ഇങ്ങനെ ഒരു ജീവിതത്തിൽ ആരോടെങ്കിലും പരിതാപമോ പിണക്കോ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ആരോടും ഒന്നിനുമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ജീവിച്ചാൽ മതി. തടിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് എന്തിനാ? അതൊക്കെ ആറേ വന്നത് പെറുക്കി കളയാതെ വെച്ചിരിക്കുന്ന. ആരെയും 100 രൂപയുടെ ചോദിച്ചാൽ 100 രൂപയുടെ കഷ്ണം കൊടുക്കും. നമ്മുടെ ജീവിതം കഴിയണ്ടേ. ഇവിടെയാണ് കിടക്കുന്നത്, ഈ ഒരു സ്ഥലത്താണ്. ഇവിടുന്ന് ഇവിടം വരെ കിടക്കും. അവിടെയാണ് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്നത്. ഈ ഷെഡൊക്കെ ഉണ്ടാക്കിയത് തന്നെയാണോ? ഇതല്ലാതെ എല്ലാം തന്നെയാണ് ചെയ്തത്. ഞാൻ ഇത്രയും ദൂരം ഓടി വന്നതെന്ന് പറയുമ്പം ഈ ഒരു അച്ഛനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഈ ഒരു ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. ഈ വീഡിയോ കണ്ടിട്ട് നല്ല മനസ്സുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ താല്പര്യമാണോ? അത് ഞാൻ പറഞ്ഞില്ലേ. ഫോണുണ്ടോ കയ്യിൽ? അതൊന്നുമില്ല, ഫോണും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ജീവിതം. നമുക്ക് സഹായിക്കാനായിട്ട് അക്കൗണ്ട് ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ അച്ഛന് വേണ്ടി
എന്തെങ്കിലും ഒരു കരുതൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഈ നാട്ടിലുള്ള വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഒരു സഹായം നേരിട്ട് ഈ അച്ഛനുണ്ടാകണം. റേഷൻ അരിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? എന്നതായാലും കിട്ടിയാലും തിന്നും. കിട്ടുന്നുണ്ടോ? അങ്ങനെ കിട്ടുന്നുണ്ടോ? ആരെങ്കിലും തരുന്നുണ്ടോ? പിന്നെ നാളെ ഒരാൾക്ക് എനിക്കൊരു 4 കിലോ അരി തരാമെന്ന് പറഞ്ഞു. അല്ലാതെ റേഷനായിട്ടൊന്നും കിട്ടുന്നില്ല? ഇല്ല, അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. എന്തായാലും ഈ ആധാർ കാർഡ് കയ്യിൽ വെച്ചോ. അപ്പോഴേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സംസാര രീതി അച്ഛൻ്റെ അങ്ങനെയാണ് അല്ലേ? ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. മദ്യപിക്കുമോ? ഇല്ല. ഉണ്ടായിരുന്നു. പിന്നെ 16-17 വർഷമായി. അത് ഈ വക്കീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി കുടിക്കരുത്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുടിച്ചിട്ടില്ല. ഈ അച്ഛൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു വക്കീലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹായവും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ ഒരു അച്ഛൻ ഇപ്പം മുന്നോട്ട് പോകുന്നത് കേട്ടോ. അത് ആ ഒരു നല്ല മനസ്സിന് ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ശബ്ദമൊക്കെ കേൾക്കുമ്പം ചില ആൾക്കാർക്ക് തോന്നും മദ്യപിച്ചിട്ട് സംസാരിക്കുന്നത്. അത് സംസാര രീതിയുടെയാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ്. ഞാൻ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. മരുന്നുകൾ എന്ന് പറയുമ്പം ഇതൊക്കെ ആരാ വാങ്ങിച്ചു തരുന്ന മരുന്നൊക്കെ? ആരെങ്കിലും മരുന്ന് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ ഇവിടുന്ന് തന്നെ ഉണ്ട്. ഇവിടെ എല്ലാം ഇരിക്കുക അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പം എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണം. നമുക്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാനായിട്ടുള്ളൊരു മാർഗ്ഗം നിലവിൽ ഇപ്പോൾ ഇല്ല. അതായത് ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ കയ്യിൽ. അക്കൗണ്ട് ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റൊരാളുടെ അക്കൗണ്ട് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായങ്ങൾ മാക്സിമം നിങ്ങൾക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് നല്ല മനസ്സിനുടമകളായിട്ടുള്ള ആൾക്കാർ മണിമലയിലേക്കുണ്ട് കേട്ടോ. അപ്പം മണിമല ആറിൻ്റെ തീരത്താണ് ഈ ഒരു അച്ഛൻ താമസിക്കുന്നത്. അപ്പം ഇതെന്തായാലും കയ്യിൽ വെച്ചു കേട്ടോ. ഇത് എൻ്റെ ഒരു ചെറിയ കുഞ്ഞു സഹായം കേട്ടോ. ഞാൻ വരാം ഇനി പോയിട്ട്. അപ്പോൾ എല്ലാവരും സഹായിക്കും കേട്ടോ.